നമസ്കാരം. ഞാൻ ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ, കൊച്ചിൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബ്ലോക്ക് 5 ഗൈഡ് ലൈൻസ് ഫോർ പ്രാക്ടിക്കൽ. നമ്മളുടെ കോഴ്സിൻ്റെ പേര് ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി. അതിൽ നമ്മൾ 5 ബ്ലോക്സിൽ 5ാമത്തെ ബ്ലോക്കാണ് ഇന്ന് എടുക്കുന്നത്. ആദ്യത്തെ ബ്ലോക്കിൽ എന്താണ് സൈക്കോളജി എന്ന് നമ്മൾ മനസ്സിലാക്കി. ബ്ലോക്ക് 2 പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മെമ്മറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ബ്ലോക്ക് 3 മോട്ടിവേഷനെ പറ്റിയിട്ടും ഇമോഷനെ പറ്റിയിട്ടും നമ്മൾ മനസ്സിലാക്കി. ബ്ലോക്ക് 4 പേഴ്സണാലിറ്റി ആൻഡ് ഇൻ്റലിജൻസ്. ഇന്നിപ്പോൾ ഫൈനൽ ബ്ലോക്കാണ് ബ്ലോക്ക് 5. അതിൽ നമ്മൾ പ്രാക്ടിക്കലിൻ്റെ, നമ്മൾ ഈ ഒരു പേപ്പറിന് പ്രാക്ടിക്കലുണ്ട്. പ്രാക്ടിക്കലിൻ്റെ ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. സോ ഈ BPCC 131 ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ട്യൂട്ടർ മാർക്ക് ചെയ്തിട്ടുള്ള അസൈൻമെൻ്റ് ഉണ്ട്. അസൈൻമെൻറ്റ് നമ്മൾ എഴുതിയിരിക്കണം. പ്രാക്ടിക്കൽ സെഷൻസ് അറ്റൻഡ് ചെയ്തിരിക്കണം. അതുപോലെ ടേം ആൻഡ് എക്സാമിനേഷൻ, തിയറിക്കും പ്രാക്ടിക്കലിനും ഉള്ള എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ലബോറട്ടറി കമ്പോണൻറ്റിന് 2 ക്രെഡിറ്റ് ആണുള്ളത്. അതിൽ നമ്മൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, എങ്ങനെയാണ് ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതും, അതുപോലെ എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക. നമുക്ക് ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ, അതായത് ഒരു ലബോറട്ടറി സെറ്റിങ്ങിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ടെസ്റ്റും അതുപോലെ എക്സ്പെരിമെൻറ്റും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് നടത്തുന്നത് ഒരു ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ ടെസ്റ്റ് വഴി നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ളൊരു ടെൻഡൻസി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ബിഹേവിയേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു. അപ്പം ഇതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഈ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ട്രെയ്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ബിഹേവിയറിനെ കുറിച്ച്, ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച്, അതുപോലെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഗോൾസ് എന്ന് പറയുമ്പോൾ, ദീസ് ഗോൾസ് ആർ അച്ചീവ്ഡ് ത്രൂ സയന്റിഫിക് റിസർച്ച്. നമ്മൾ ഒരു ഊഹാപോഹത്തിലല്ല നമ്മൾ ഓരോ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സയന്റിഫിക് രീതിയിൽ അല്ലെങ്കിൽ സയന്റിഫിക് റിസർച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ റിസർച്ചിന്റെ ഫലമായ റിസൾട്ട്സ് നമ്മൾക്ക് റിയൽ ലൈഫ് സെറ്റിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മൾ ലബോറട്ടറി സെറ്റിങ്ങിൽ ചെയ്യുന്ന ചെയ്ത് കിട്ടുന്ന ആ റിസൾട്ട് നമുക്ക് റിയൽ ലൈഫ് സെറ്റിങ്ങിലും ഇത് പോസിബിൾ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ സൈക്കോളജിസ്റ്റ് പല രീതിയിൽ മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് വഴിയാണ് ഈ പറഞ്ഞ ബിഹേവിയറിനെ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു ബ്രാഞ്ചിന്, അതായത് ഈ സൈക്കോളജിക്കൽ വേരിയബിൾസ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുക എന്നുള്ളൊരു ബ്രാഞ്ചിനെയാണ് നമ്മൾ സൈക്കോമെട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പേരിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ബ്രാഞ്ച് വന്നത്. അതിനുശേഷം അതിൻ്റെ കുറച്ചൊരു സ്പെസിഫിക് ആയിട്ട് വന്ന 2 ബ്രാഞ്ചസ് ആണ് എക്സ്പെരിമെന്റൽ സൈക്കോളജി, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം, എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ സംഭവിക്കുന്നുണ്ട്. അസമയം സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലാണെങ്കിൽ നമ്മൾ കൂടുതൽ സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ടെസ്റ്റിലൂടെ നമുക്ക് ഓരോ വ്യക്തിയുടെ മെന്റൽ എബിലിറ്റീസ്, അല്ലെങ്കിൽ അവരുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ചില പെർട്ടിക്കുലർ ബിഹേവിയേഴ്സ്, അതുപോലെ പേഴ്സണാലിറ്റി, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലൂടെ. സോ എക്സ്പെരിമെന്റ്സ് ഇൻ സൈക്കോളജി മേക്ക് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അപ്പാരറ്റസ്. നമുക്ക് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ എപ്പോഴും എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ ഒരു ചിന്താതലത്തിലും അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസും അല്ലെങ്കിൽ ബിഹേവിയേഴ്സും, അതുപോലെ അവരുടെ സെൻസേഷൻ, പെർസെപ്ഷൻ, അറ്റൻഷൻ, മെമ്മറി, ലേണിംഗ്, ഈ മുതലായ കോഗ്നിറ്റീവ് പ്രോസസ്സസ് എല്ലാം മനസ്സിലാക്കുന്നത് ഇൻസ്ട്രുമെന്റ്സിലൂടെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായത്തിലൂടെ ആണ് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ നമ്മൾ അത് ചെയ്യുന്നത്. സോ
ഈ എക്സ്പെരിമെന്റ്സിലൂടെ നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഏതാണ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തമ്മിലുള്ള ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്പെരിമെന്റ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പഠിച്ചതാണ്. എക്സ്പെരിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ ടു ഫൈൻഡ് ദ കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡന്റ് ആൻഡ് ദ ഡിപെൻഡന്റ് വേരിയബിൾസ്. സോ സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മൾ പൊതുവെ പല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പല സെറ്റിങ്സിൽ ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് സ്കൂൾസിൽ ഉപയോഗിക്കാറുണ്ട്, ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കാറുണ്ട്, ഓർഗനൈസേഷൻസിൽ ഉപയോഗിക്കാറുണ്ട്, വെൽഫെയർ ഓർഗനൈസേഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മെന്റൽ ഡിസോർഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ, ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പല ഡിഫറെൻറ്റ് ജോബ്സിൽ നമ്മളുടെ ആ സ്യൂട്ടബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ജോബ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ചില കരിയർ ചോയ്സസ് അല്ലെങ്കിൽ ഗ്രേഡ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇപ്പൊ സ്കൂൾ സെറ്റിംഗിലാണെങ്കിൽ ഇപ്പൊ ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടോ എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടോ, അപ്പൊ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഹോസ്പിറ്റൽസിലാണെങ്കിൽ ക്ലിനിക്കൽ കണ്ടീഷൻസ് ഇവരിലുണ്ടോ ഇല്ലയോ, അതിന്റെ സിവിയറിറ്റി എത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഓർഗനൈസേഷൻസിൽ സെലക്ഷൻ പ്രോസസ്സിലൊക്കെ വേണ്ടിയിട്ടും സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. സോ ടെസ്റ്റുകൾ, അതുകൂടാതെ നമ്മളൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ ടെസ്റ്റ്, ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ്, ഒരു ഇന്റലിജൻസ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു മെമ്മറിയുടെ ടെസ്റ്റ്, അല്ലെങ്കിൽ ലേണിംഗിന്റെ ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ടെസ്റ്റ്, ഇങ്ങനെ ഏത് ടെസ്റ്റ് ആണെങ്കിലും അത് എല്ലാ വ്യക്തികൾക്കും ഒരേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ മാനർ എന്ന് പറയുന്നത്. സോ ഈ ടെസ്റ്റുകൾ എല്ലാ വ്യക്തിക്കും ഒരേ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ ഇതിന്റെ സ്കോറിങ് ചെയ്യണം. ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഇന്റർപ്രിട്ടേഷനും വരണം. എങ്കിലാണ് ആ ഒരു ടെസ്റ്റ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. So tests are administered in a standardized manner, and it includes assessment of some mental processes, trait or characteristics. ഇനി ഒരു നല്ല ടെസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഒരു ഗുഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പം അത് റിലയബിൾ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, അതുപോലെ ഗുഡ് നോംസ് അതിനുണ്ടാവണം. അതുപോലെ ആ ടെസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ ഏജും കൾച്ചറും ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനോട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇരിക്കണം. എന്താണ് റിലയബിലിറ്റി, എന്താണ് വാലിഡിറ്റി മുതലായ കാര്യങ്ങളെല്ലാം പിന്നീടുള്ള അടുത്ത പോർഷൻസിൽ വരുന്നുണ്ട്. So a good psychological test is always a standardized test, which means that the test follows a uniform and systematic procedure of administration and scoring. Then അതുപോലെ എല്ലാ ടെസ്റ്റുകൾക്കും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണെങ്കിൽ അതിന് മാനുവൽ ഉണ്ടാവും. ആ മാനുവലിൽ ഈ ടെസ്റ്റിന്റെ റിലയബിലിറ്റി എത്രയാണ്, വാലിഡിറ്റി എത്രയാണ്, എങ്ങനെയാണ് നോംസ്, ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം ആ മാനുവലിൽ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ. ഇനി പ്രാക്ടിക്കലിൽ നമ്മൾ BPCC 131 പ്രാക്ടിക്കലിൽ 2 ക്രെഡിറ്റ് ആണുള്ളത്. സോ 2 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 പ്രാക്ടിക്കലാണ് വരുന്നത്. അപ്പൊ ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ അണ്ടറിൽ ഐസങ് പേഴ്സണാലിറ്റി ഇൻവെന്ററി അല്ലെങ്കിൽ 16 PF എന്ന് പറയുമ്പോൾ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, കാറ്റൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആണ് അതിൽ മെഷർ ചെയ്യുക. അതുപോലെ എക്സ്പെരിമെന്റിൽ വരുമ്പോൾ മുള്ളർ-ലയർ ഇല്യൂഷൻ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ഓൺ ബൈലാറ്ററൽ ട്രാൻസ്ഫർ, ഈ രണ്ട് എക്സ്പെരിമെന്റ്സ് അല്ലെ പ്രാക്ടിക്കലാണ് നമുക്ക് വരുന്നത്. 2 ക്രെഡിറ്റ് ആണ് ഇതിൽ വരിക. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഈ 2 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. സോ ടെസ്റ്റിൽ നമ്മൾ പറയുന്നത് ഐസങ് പേഴ്സണാലിറ്റി ഇൻവെന്ററിയെ കുറിച്ചിട്ടാണ്. എക്സ്പെരിമെന്റിൽ നമ്മൾ പറയുന്നത് മുള്ളർ-ലയർ ഇല്യൂഷനെ കുറിച്ചിട്ടാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഫോർ ദ ലേണർ. ഒരു ലേണർ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പ്രാക്ടിക്കൽ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, പ്രാക്ടിക്കൽ കൗൺസിലിംഗ് സെഷൻ. സോ നമുക്ക് പ്രാക്ടിക്കലിന്റെ കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഇഗ്നോയുടെ സെന്ററിൽ വന്നിട്ടായിരിക്കും ആ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതിന്റെ അറ്റൻഡൻസും നിങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പം ഈ അറ്റൻഡൻസിന് വെയിറ്റേജ് ഉണ്ട്. ഇവാലുവേഷൻ സ്കീമിൽ അറ്റൻഡൻസിന്റെ മാർക്ക് കൂടി നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. സോ പ്രാക്ടിക്കൽ കോഴ്സിൽ 2 സെഷൻസ് ആണ് വരുന്നത്. 2 സെഷൻ 3 hour ഡ്യൂറേഷനിലാണ്. സോ ടോട്ടൽ 6 hours ഡ്യൂറേഷൻ ആണ് വരുന്നത്.
അതുപോലെ പ്രാക്ടിക്കൽ നോട്ട്ബുക്ക് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റെക്കോർഡ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ആദ്യം നമ്മളൊരു റഫ് റെക്കോർഡിലാണ് നമ്മൾ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻട്രൊഡക്ഷനും ദെൻ എയിം, പ്രൊസീജിയർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എക്സ്പെരിമെൻറ്റ്, ദെൻ അങ്ങനെ അത്രയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളൊരു പ്രാക്ടിക്കലിൻ്റെ ഒരു റഫ് റെക്കോർഡിൽ നമ്മൾ എഴുതും. അതിനുശേഷം അതിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ച് അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മളൊരു ഫെയർ റെക്കോർഡിൽ അത് സബ്മിറ്റ് എഴുതേണ്ടത്. എന്നിട്ട് നമ്മളുടെ എക്സാം ടൈം അതിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് ഫൈനൽ പ്രാക്ടിക്കൽ എക്സാമിന് നമ്മൾ ഈ റെക്കോർഡ് ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. So as mentioned above, you will be conducting and administering the experiment and test, and you will thus record the procedure of the experiment or test in the practical notebook. The notebook should be handwritten in the format mentioned at point number 3 and checked by the academic counselor under whose guidance who have conducted the practical. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കണ്ടക്ട് ചെയ്യുന്ന അക്കാഡമിക് കൗൺസിലർ, അവരുടെ സിഗ്നേച്ചർ നിങ്ങൾ വാങ്ങേണ്ടതാണ് ബിഫോർ എൻട്രിങ് ദ എക്സാം. ദെൻ അടുത്തത് ഫോർമാറ്റ് ഫോർ റൈറ്റിംഗ് പ്രാക്ടിക്കൽ നോട്ട്ബുക്ക്. പ്രാക്ടിക്കൽ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ റെക്കോർഡിന് തന്നെയാണ്. സോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പം ഫോർമാറ്റിൽ വരുന്നത് ആദ്യമേ നമ്മൾ ടൈറ്റിൽ എഴുതണം. സോ ഇതിൽ എക്സാമ്പിൾ പറയുമ്പം ഐസൻക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി അല്ലെങ്കിൽ ഐസൻക് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനർ എന്ന് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. അതിനുശേഷം എക്സ്പെരിമെന്റ് നമ്പർ നമ്മൾ എഴുതണം, ഡേറ്റ് നമ്മൾ എഴുതണം, ദെൻ എയിം വേണം. എയിം എന്ന് പറയുന്നത് ടു അസസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് യൂസിങ് ഐസൻക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. സോ അതാണ് എയിം വരിക. അപ്പോൾ ആദ്യം നമ്മൾ ടൈറ്റിൽ എഴുതുന്നു, ദെൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിം എഴുതുന്നു, ദെൻ ഹൈപ്പോത്തസിസ്. എക്സ്പെരിമെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ ടെസ്റ്റിങ്ങിലാണെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിലാണെങ്കിൽ നമ്മൾ ഹൈപ്പോത്തസിസ് വെക്കുന്നില്ല. അതേസമയം എക്സ്പെരിമെന്റിലാവുമ്പോൾ നമ്മൾ ആ ഒരു ഹൈപ്പോത്തസിസ് വെക്കാറുണ്ട്. ദെൻ അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഇഗ്നോറിൻ്റെ ഒരു പാറ്റേണിൽ ആദ്യമേ തന്നെ ഇൻട്രൊഡക്ഷൻ എഴുതിയതിന് ശേഷമാണ് എയിം എഴുതാറ്. സോ ഇൻട്രൊഡക്ഷനിൽ ആ ഒരു ടെസ്റ്റ്, ഏത് ടെസ്റ്റ്, ഇപ്പോൾ ഐസൻക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി ആണെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി നമ്മൾ എഴുതണം. ഫോർ എക്സാമ്പിൾ ആ ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഐസൻക് പേഴ്സണാലിറ്റി ഇൻവെൻട്രിയിൽ എന്തെല്ലാമാണ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ എഴുതണം. ദെൻ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി തിയറീസിനെ പറ്റിയിട്ട് എഴുതണം. അതിനുശേഷം ഐസൻക് പേഴ്സണാലിറ്റി തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ട്രേറ്റ് തിയറി പറ്റിയിട്ട് മെൻഷൻ ചെയ്യണം. ദെൻ ഐസൻക് പേഴ്സണാലിറ്റി ഇൻവെൻട്രിയിൽ നമ്മൾ അസസ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഏതൊക്കെയാണോ, അതിൽ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ഏതൊക്കെയാണോ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ബ്രീഫായിട്ട് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം. ദെൻ അടുത്തത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് ആണ്. സോ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റിൽ ഐസൻക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ആരാണ് ഈ ടെസ്റ്റിന്റെ ഓതർ, എന്താണ് ബേസിക് പർപ്പസ് ഓഫ് ദ ടെസ്റ്റ്, എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട്, ഐറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എത്രയൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിൽ മെഷർ ചെയ്യുന്നത്, ഏതെങ്കിലും ടൈം ലിമിറ്റ് ഉണ്ടോ. പൊതുവെ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾക്ക് ടൈം ലിമിറ്റ് ഇല്ല. ഇന്റലിജൻസ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾക്കാണ് ടൈം ലിമിറ്റ്. വിതിൻ ദ ടൈം ലിമിറ്റ് നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ സ്കോർ കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ വരുന്നത്. ദെൻ റിലയബിലിറ്റി, വാലിഡിറ്റി, സ്കോറിംഗ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റിൽ വന്നിരിക്കണം. സോ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതണം, ദെൻ എയിം എഴുതണം, അതിനുശേഷം പ്രോബ്ലം ഹൈപ്പോത്തസിസ് ഉള്ള സിറ്റുവേഷൻ ഹൈപ്പോത്തസിസ് എഴുതണം, ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്. സോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റിൽ ഓതർ എഴുതണം, ബേസിക് പർപ്പസ് എന്താണ് ഈ ടെസ്റ്റിന്റെ ഉദ്ദേശം എന്നുള്ളത്, എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളത്, ഏതൊക്കെ ഡയമെൻഷൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുക, അതിന്റെ ടൈം ലിമിറ്റ് ഉണ്ടോ ഈ ഒരു ടെസ്റ്റിന്, റിലയബിലിറ്റി, വാലിഡിറ്റി, സ്കോറിംഗ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ അടുത്തത് മെറ്റീരിയൽസ് റിക്വയർഡ്. അപ്പം ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്. പൊതുവേ നമ്മൾ പറയുമ്പോൾ ടെസ്റ്റ് ബുക്ക്ലെറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ആൻസർ ഷീറ്റ് ഉണ്ടാവും, സ്കോറിംഗ് കീ ഉണ്ടാവും, സ്റ്റെൻസിൽ വെച്ച് സ്കോർ ചെയ്യേണ്ടതാണെങ്കിൽ സ്റ്റെൻസിൽ ഉണ്ടാവും, ദെൻ പെൻസിൽ, ഇറേസർ മുതലായ റൈറ്റിംഗ് മെറ്റീരിയൽസ്, ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽസ് റിക്വയർഡിൽ വരേണ്ടത്. സോ നിങ്ങൾ പ്രാക്ടിക്കലിന് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ റൈറ്റിംഗ് മെറ്റീരിയൽസ് നിർബന്ധമായിട്ടും കൊണ്ടുവന്നിരിക്കണം. അതുപോലെ ഒരു നോട്ട്ബുക്ക്, ഒരു കോളേജ് സൈസ് നോട്ട്ബുക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കണം. ദെൻ അടുത്തത് എഴുതുന്നത് പാർട്ടിസിപ്പൻസിന്റെ പ്രൊഫൈലാണ്. മെറ്റീരിയൽസ് റിക്വയർഡിൽ ബാക്കിയുള്ള ടെസ്റ്റ് ബുക്ക്ലെറ്റും ആൻസർ ഷീറ്റും സ്കോറിംഗ് ഇതെല്ലാം നമ്മൾ സെന്ററാണ് നമുക്ക് തരിക. അതിനുശേഷം അതെല്ലാം കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു പാർട്ടിസിപ്പന്റിനെ തരും. അത് മിക്കവാറും നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആരെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് തരിക. എന്നിട്ട് നിങ്ങൾ അവരിൽ ചെയ്യണം, അവർ നിങ്ങളിൽ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ പ്രാക്ടിക്കൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ചെയ്യാറ്. പിന്നീട് ഫൈനൽ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പന്റിനെ കൊണ്ടുവരണം. ഒരേ ഒരു കണ്ടീഷനാണ് വരുന്നത്,
ഈ വ്യക്തി സൈക്കോളജി പഠിച്ച ഒരു വ്യക്തി ആയിരിക്കരുത് എന്നുള്ളത്. ദെൻ പാർട്ടിസിപ്പൻ്റെ പ്രൊഫൈലിൽ അടുത്തത് വരുന്നത് പാർട്ടിസിപ്പൻ്റ് മെറ്റീരിയൽസ് റിക്വയർഡ് കഴിഞ്ഞിട്ട് അടുത്തത് പാർട്ടിസിപ്പൻ്റെ പ്രൊഫൈലാണ്. സോ പ്രൊഫൈലിൽ നമ്മളൊരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ അബൌട്ട് ദ പാർട്ടിസിപ്പൻറ്റ്, ലൈക്ക് പാർട്ടിസിപ്പൻറ്റിൻ്റെ നെയിം എഴുതുമ്പോൾ ഇനീഷ്യൽസ് മാത്രമാണ് നമ്മൾ എഴുതുക, ഫുൾ നെയിം നമ്മൾ എഴുതാറില്ല ടു മെയിൻറ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി. സോ നെയിം ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ്, ദെൻ ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് ഓക്യുപ്പേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ടിസിപ്പൻ്റെ പ്രൊഫൈൽ എഴുതുക. പാർട്ടിസിപ്പൻ്റെ പ്രൊഫൈൽ കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്ററിൻ്റെ പ്രൊഫൈൽ കൂടി എഴുതാറുണ്ട്. അപ്പം എക്സ്പെരിമെൻ്റർ ആരാണോ ആ വ്യക്തിയുടെ നെയിമും അതും ഇനീഷ്യൽസ് മാത്രമാണ് നമ്മൾ എഴുതുക. ദെൻ ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് ഓക്യുപ്പേഷൻ. ഇത്രയാണ് പ്രൊഫൈലിൽ വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആണ് വരിക, എക്സ്പെരിമെന്റിൽ നമ്മൾ പ്രൊസീജിയർ ആണ് എഴുതാറ്. ദെൻ എന്താണെങ്കിലും നമ്മൾ ഒരു ടെസ്റ്റിൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പം ഇത്തരം കാര്യങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൊസീജിയർ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന സബ് ഹെഡിങ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. അപ്പം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ്, ആ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെസ്റ്റ് ബുക്ക്ലെറ്റ് ഉണ്ടോ എന്നുള്ളത്, ദെൻ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്, ഇപ്പം മുള്ളർ ലെയർ ഇല്യൂഷൻ ബോർഡ്, അതാണ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്, അത് നമ്മുടെ കയ്യിലുണ്ടോ. പിന്നെ ആൻസർ ഷീറ്റ് ഫോർ ഇപ്പം ഐസൻ പേഴ്സണാലിറ്റി ഇൻവെന്ററി ആകുമ്പം അതിനകത്ത് ആൻസർ ഷീറ്റ് ഉണ്ട്. ആൻസർ ഷീറ്റിലാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് അത് മാർക്ക് ചെയ്യേണ്ടത്, ഉത്തരങ്ങൾ. ദെൻ അടുത്തത് പിന്നെ ചില എക്സ്പെരിമെന്റ്സിന് ടൈം ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇല്ല ദെൻ അടുത്ത വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ, ദെൻ പേപ്പർ റൈറ്റിംഗ് മെറ്റീരിയൽസ്, ഇതെല്ലാം നമ്മളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മളിപ്പം എക്സാം ടൈമിലാണെങ്കിലും നമ്മളിത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ അടുത്ത് പാർട്ടിസിപ്പന്റ് വന്ന് അല്ലെങ്കിൽ സബ്ജക്റ്റ് വന്നിരുന്നതിന് ശേഷം പേപ്പർ എടുക്കുക, പെൻസിൽ എടുക്കുക, ഇൻസ്ട്രുമെന്റ് കറക്റ്റ് ആക്കാൻ നോക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മളുടെ പാർട്ടിസിപ്പന്റിന്റെ ഒരു സ്ട്രെസ് ലെവലോ അല്ലെങ്കിൽ ആങ്സൈറ്റി ലെവലോ കൂട്ടാനോ ഒന്നും നമ്മൾ പാടില്ല എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പന്റ് വരുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മളുടെ റെഡി ആണോ എന്നുള്ളത് നോക്കണം. ദെൻ അടുത്തത് പാർട്ടിസിപ്പന്റ് വന്നതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ക്വസ്റ്റനെയർ കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അവരെ ടെസ്റ്റിന് വിധേയമാക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് അവരുമായിട്ട് നമ്മളൊരു റാപ്പോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക, നമ്മളുടെ ടെസ്റ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും അവർ വെൽ ഇൻഫോംഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ ആദ്യം വരുന്നത് പ്രിപ്പറേഷൻ, ദെൻ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുക. റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരൊരു കാമായിട്ടാണോ ഇരിക്കുന്നത്, കൂളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണോ ഉള്ളത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതാണ് റാപ്പോ എന്ന് ഉദ്ദേശിക്കുന്നത്. റാപ്പോട്ട് എന്ന് നമ്മൾ എഴുതിയാലും റാപ്പോ എന്നാണ് നമ്മൾ ഈ വാക്ക് ഉച്ചരിക്കേണ്ടത്. ദെൻ അടുത്തത് ഇൻസ്ട്രക്ഷൻ ആണ്. ഇൻസ്ട്രക്ഷൻസ്, അപ്പം നമ്മൾ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരെ കാമാക്കിയതിന് ശേഷം നമ്മളുടെ മാനുവലിൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റിൽ എന്താണ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്, ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറയുക. അതിൽ കൂടുതലോ കുറവോ ആയിട്ട് നമ്മൾ പറയാൻ പാടില്ല. എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അവർക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ക്ലിയർ ആക്കി ചോദിക്കുക, അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. സോ ഇൻസ്ട്രക്ഷൻസ് ആസ് ഗിവൺ ഇൻ ദ ടെസ്റ്റ് മാനുവൽ ഓർ എക്സ്പെരിമെന്റ് ആർ ഇൻക്ലൂഡഡ് ഹിയർ. ദെൻ അടുത്തത് പ്രിക്കോഷൻ ആണ്. പല ടെസ്റ്റുകൾക്കും ചില പ്രിക്കോഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിരിക്കണം. ചില ടെസ്റ്റുകൾക്ക് ഡിസ്ട്രാക്ഷൻ ഒട്ടും തന്നെ പാടില്ല എന്നുള്ളത്. ചില ടെസ്റ്റുകൾക്ക് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഇരുന്നിട്ടാണ് അത് ചെയ്യേണ്ടത്. ചില ടെസ്റ്റിന് ടൈം ലിമിറ്റ് ഉണ്ട്. ചില ടെസ്റ്റിന് അങ്ങനെ ഓരോ ടെസ്റ്റിനും ചില പ്രത്യേകതകൾ ഉണ്ടാവും. ആ പ്രത്യേകതകൾ അല്ല ആ ഒരു പ്രിക്കോഷൻസ് അനുസരിച്ച് ആ ടെസ്റ്റ് ചെയ്തെങ്കിലാണ് നമുക്കൊരു വാലിഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ പ്രിക്കോഷൻസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. സോ പ്രിക്കോഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബിഫോർ ആ എക്സ്പെരിമെന്റ് നടത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയാം. നമ്മളും ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് പ്രിക്കോഷൻസ്. അടുത്തത് ഇൻട്രോസ്പെക്ഷൻ റിപ്പോർട്ടാണ്. ഇൻട്രോസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം പാർട്ടിസിപ്പന്റിന് എന്ത് തോന്നുന്നു, സോ പാർട്ടിസിപ്പന്റിന്റെ ഫീലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് അവർ ഈ ടെസ്റ്റ് ഫേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുക. അതെല്ലാം നമ്മളുടെ റെക്കോർഡിങ്സിൽ നമ്മൾ അതുകൂടി എഴുതേണ്ടതാണ്. അതിനാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒബ്സർവേഷൻ റിപ്പോർട്ട് ഉണ്ട്. ഒബ്സർവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ലൈക്ക് എക്സ്പെരിമെന്റർ നോട്ട് ചെയ്ത് വെക്കേണ്ട
ചില ഇൻഫർമേഷൻസ് നമ്മൾ ഈ പാർട്ടിസിപ്പൻറ്റിനെ കുറിച്ച് നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു, ആ ഒരു എക്സ്പെരിമെന്റിൽ ഈ വ്യക്തി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, വ്യക്തി കോപ്പറേറ്റീവ് ആയിരുന്നോ എന്നുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഒബ്സർവേഷൻ റിപ്പോർട്ടിൽ എഴുതേണ്ടത്. സോ ഇൻട്രോസ്പെക്ഷൻ റിപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം, ഒബ്സർവേഷൻ റിപ്പോർട്ട് അത്ര മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പറയുന്നില്ല. അടുത്തത് സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. സോ പാർട്ടിസിപ്പന്റ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആൻസർ ഷീറ്റ് നമ്മൾ തിരിച്ചു വാങ്ങിച്ചതിന് ശേഷം നമ്മൾ തന്നെയാണ് അത് സ്കോർ ചെയ്തിട്ട് വെക്കേണ്ടത്. സോ സ്കോർ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ റിസൾട്ട് പിന്നെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ്. ആ ഇന്റർപ്രിട്ടേഷന് നമുക്ക് മാനുവൽ വേണം. മാനുവലിൽ തന്നിരിക്കുന്ന നോംസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റിസൾട്ടിനെ ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത്. സോ ഒരു വ്യക്തിയുടെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെറ്റ് ഡിപ്രഷൻ ഇൻവെന്ററി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരുടെ സ്കോർ എടുക്കുന്നു. ഈ സ്കോർ വെച്ച് നമ്മൾ നോക്കുകയാണ് മാനുവലിൽ വെദർ ദിസ് പേഴ്സൺ ഈസ് ഹാവിങ് ഡിപ്രഷൻ, അത് ഉണ്ടെങ്കിൽ അത് ഏത് ലെവലാണ്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്, ഏത് ലെവലിലാണ് ഈ വ്യക്തിക്ക് ഡിപ്രഷൻ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സോ ആ ഒരു റേറ്റിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാനുവൽ ഉപയോഗിക്കുന്നത്. മാനുവലിൽ കൃത്യമായിട്ടുള്ള ഒരു നോംസ് ഉണ്ടാവും. ആ നോംസിനനുസരിച്ചാണ് നമ്മളുടെ റിസൾട്ട് അല്ലെങ്കിൽ ഡേറ്റയെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത്. So the scores can then be mentioned and interpreted under this heading. അതിനുശേഷം വരുന്നത് ഡിസ്കഷൻ ആണ്. സോ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് അടുത്ത സെക്ഷൻ. സോ റിസൾട്ട്, ഡിസ്കഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ, ഇതാണ് നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ബാക്കി പ്രൊസീജിയർ, അഡ്മിനിസ്ട്രേഷൻ, ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തരും. ഇൻട്രൊഡക്ഷനും റിസൾട്ടും ഡിസ്കഷനുമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിനാണ് നിങ്ങൾക്ക് എക്സാമിനും ഈ പോർഷൻസിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വെയിറ്റേജ് കൂടുതൽ കിട്ടുന്നത്. സോ അടുത്ത ഡിസ്കഷൻ ആണ്. സോ ഡിസ്കഷനിൽ ഈ റിസൾട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഡിപ്രഷന്റെ ഒരു സ്കോർ ആണെങ്കിൽ ഈ സ്കോർ വെച്ചിട്ട് നമ്മൾ ഈ വ്യക്തി ഏതൊരു സ്റ്റേജിലാണ്, ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ സിറ്റുവേഷൻസ്, എന്തൊക്കെയാണ് അവർ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് ലൈഫിൽ എന്നുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഡിസ്കഷനിലാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഡിസ്കഷൻ എഴുതുമ്പോൾ നമുക്ക് 3 പാരഗ്രാഫിലാണ് എഴുതുക. സോ ഫസ്റ്റ് പാരഗ്രാഫിൽ എയിം ആൻഡ് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഓഫ് ദ പാർട്ടിസിപ്പന്റ് ആണ് വരുന്നത്. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് കിട്ടിയ സ്കോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്കഷൻ വരുന്നത്, ഉള്ള ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. ഫൈനൽ പാരഗ്രാഫിൽ നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ ഗ്രൂപ്പ് നോംസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നോം വെച്ചിട്ട് ഈ വ്യക്തി ഏതൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ പാരഗ്രാഫിൽ വരുന്നത്. ഈ ഫൈനൽ പാരഗ്രാഫ് ഐദർ നമുക്ക് ആ ഗ്രൂപ്പ് നോം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാം, ഇല്ല എങ്കിൽ ഈ വ്യക്തിയുടെ ഈ റിസൾട്ട് അനുസരിച്ച് വാട്ട് ആർ ദ സജഷൻസ് ദാറ്റ് വി ക്യാൻ ഡു ഓർ വി ക്യാൻ ഗീവ് ഫോർ ദം ടു കൺട്രോൾ ദെയർ ബിഹേവിയർ. ഇത്രയാണ് നമ്മൾ ഡിസ്കഷനിൽ വരുന്നത്. ദെൻ അതിനുശേഷം കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ ഒറ്റ സെന്റൻസിലാണ് നമ്മൾ കൺക്ലൂഷൻ എഴുതാറ്. സോ അണ്ടർ ദിസ് ഹെഡിങ് യു ഹാവ് ടു കൺക്ലൂഡ് ദ ഫൈൻഡിങ്സ്. അപ്പം ഈ വ്യക്തിക്ക് ഇന്ന ട്രേറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐസൻഗ് പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണെങ്കിൽ വ്യക്തി ഇത്ര സൈക്കോട്ടിക് ടെൻഡൻസി കാണിക്കുന്നുണ്ട്, ഇത്ര ന്യൂറോട്ടിക് ടെൻഡൻസി കാണിക്കുന്നുണ്ട്, ദെൻ ഇത്ര ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് നമ്മൾ അങ്ങനെ ഒരു ഫൈനൽ കൺക്ലൂഷൻ ഇൻ എ സെന്റൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഫൈനലി റെഫറൻസ് ആണ്. റെഫറൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് APA ഫോർമാറ്റ്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ബുക്സിന്റെയും വെബ്സൈറ്റിന്റെയും മാനുവലിന്റെ ജേർണൽ എല്ലാത്തിന്റെയും റെഫറൻസ് നമ്മൾ എഴുതുന്നത് APA ഫോർമാറ്റ്. ഇപ്പോൾ റീസെന്റ് നമ്മൾ എടുക്കുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഫോർമാറ്റ് 7th എഡിഷൻ ആണ്. സോ APA ഫോർമാറ്റ് 7th എഡിഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിന്റെ റെഫറൻസ് സ്റ്റൈല് ഓരോന്നിനും ഓരോ രീതിയിലാണ്. ഇപ്പൊ ബുക്കിനെ സംബന്ധിച്ചോളം ഇപ്പം അനസ്തസി എന്ന് പറയുമ്പോൾ അനസ്തസി A, ദെൻ ഫുൾ സ്റ്റോപ്പ് ഇടുക, ദെൻ ഇയർ ബ്രാക്കറ്റിൽ കൊടുക്കുക, ദെൻ ആ ബുക്കിന്റെ പേര് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, അത് ഇറ്റാലിക്സിൽ കൊടുക്കുക, ദെൻ പ്ലേസ് ലണ്ടൻ, ദെൻ പബ്ലിഷിംഗ് കമ്പനി മാക്മിലൻ കമ്പനി. ഇപ്പോഴത്തെ 7th എഡിഷൻ അനുസരിച്ച് നമ്മൾ ലണ്ടൻ പ്ലേസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബുക്കിന്റെ പേര് വേണം, ആരാണ് ഓഥർ, ഏത് വർഷമാണ്, പ്ലേസ്, പബ്ലിഷിംഗ് കമ്പനി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ ജേർണൽ ആർട്ടിക്കിളിന് ജേർണൽ എഴുതിയ വ്യക്തിയുടെ പേര്, ദെൻ ഇയർ, ദെൻ ജേർണലിന്റെ പേര്, ആർട്ടിക്കിളിന്റെ പേര്, ദെൻ ജേർണലിന്റെ പേര്. ജേർണലിന്റെ പേര് വരുമ്പോൾ ഇറ്റാലിക്സിലാണ്, ദെൻ വോളിയം, പിന്നെ പേജ് നമ്പർ. ഇങ്ങനെയാണ് ജേർണലിന്റെ ആർട്ടിക്കിളിന്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ്സ് എല്ലാം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. APA ഫോർമാറ്റ് 7th എഡിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ഫോർമാറ്റും നമുക്ക്
എക്സാം ഫീ, ദെൻ ടേം ആൻഡ് എക്സാമിനേഷൻ, കണ്ടക്ഷൻ ഓഫ് ദ ടേം ആൻഡ് എക്സാമിനേഷൻ, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മളുടെ പ്രാക്ടിക്കൽ ഗൈഡ് ലൈൻസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് റെഫർ ചെയ്യുക. ഓക്കെ. സോ ഇനി അടുത്തത് നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്റെ കീഴിൽ നമ്മൾ ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ്. സോ എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് നോക്കാം. സോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രിങ്, സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുക ഒരു വ്യക്തിയിൽ, ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പൻറ്റിൽ അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നമ്മൾ സ്കോർ ചെയ്തു, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. ഇത്രയും ഈ ഒരു ഫുൾ പ്രോസസ്സിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള പല സൈക്കോളജിക്കൽ ടെസ്റ്റുകളും, ദെൻ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്, ദെൻ ഇന്റർവ്യൂ, ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഫൈനൽ വരുന്നതിനാണ് നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയാം. സോ സൈക്കോളജിക്കൽ അസസ്മെന്റിൽ പല ടെസ്റ്റുകളും നമ്മൾ ഉപയോഗിക്കും. ഇതിപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സോ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും. ഇൻസ്ട്രുമെന്റ് ആണ്. ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റനെയർ അല്ലെങ്കിൽ ഒരു ഇൻവെന്ററി അല്ലെങ്കിൽ ഒരു സ്കെയിൽ, ഈ രീതിയിലാണ് ഇൻസ്ട്രുമെന്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ഡിസൈൻ ടു മെഷർ ഒബ്ജക്റ്റീവ്ലി, നമുക്ക് ഒരു സബ്ജക്റ്റീവ് തോട്ട്സും ഇല്ലാതെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ മെഷർ ചെയ്യാണ് ഒരു പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വെർബൽ ഓർ നോൺ വെർബൽ റെസ്പോൺസസ് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പെർട്ടിക്കുലർ ബിഹേവിയർ മീൻസ് വെച്ചിട്ട് നമ്മൾ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വരുന്നത്. സോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ചിലത് റിട്ടേൺ ആയിരിക്കാം, എഴുത്ത് പരീക്ഷകളായിരിക്കാം, ചിലത് വിഷ്വൽ ആയിരിക്കും, ചിലത് വെർബൽ ആയിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. സോ ഈ ടെസ്റ്റിലൂടെ നമ്മൾ അസസ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ കോഗ്നിറ്റീവ് അതുപോലെ ഇമോഷണൽ ഫങ്ഷനിങ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ സൈക്കോളജിക്കൽ ടെസ്റ്റ് അതുപോലെ മെന്റൽ എബിലിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, ദെൻ അച്ചീവ്മെന്റ് എബിലിറ്റി, പേഴ്സണാലിറ്റി ആൻഡ് ന്യൂറോളജിക്കൽ ഫങ്ഷനിങ് കൂടി നമ്മൾ അസസ് ചെയ്യണം. ദെൻ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ ഫ്രാൻസിസ് ഗാൽട്ടൺ, നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് തിയറി ബേസ് ചെയ്തിട്ടാവുമ്പോൾ നമ്മൾ ഈ ട്രേറ്റ്സ് ഒരു വ്യക്തിയിൽ ഏതൊരു ലെവലിലാണ് വരുന്നത്, ഈ പല ട്രേറ്റ്സും ഈ വ്യക്തിയിൽ ഏതൊരു ലെവലിലാണ് വരുന്നത്, അത് വെച്ചിട്ട് വേറൊരു വ്യക്തി എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ട്രേറ്റ്സിൻ്റെയും പൊസിഷൻ ഒരു വ്യക്തിക്ക് ഉള്ള പോലെ വേറൊരു വ്യക്തിക്ക് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കുന്നത്. സോ ഏറ്റവും ആദ്യം നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റിയിട്ട് ഉള്ള വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ്, ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഈസ് എ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് അണ്ടർലൈങ് psychological testing. So he was the first scientist to undertake systematic and statistical investigation of individual differences based on the traits. ഇപ്പോൾ ഒരു വ്യക്തിയിലുള്ള ട്രേറ്റ്സിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ വഴി മനസ്സിലാക്കുന്നത്. ദെൻ ടെസ്റ്റുകൾ പല തരത്തിലുണ്ട്. ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് അനുസരിച്ച് ടെസ്റ്റുകൾ വരുന്നുണ്ട്, പലതരം വരുന്നുണ്ട്. ദെൻ ഏത് ബിഹേവിയേഴ്സ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും പല ടെസ്റ്റുകളുണ്ട്. ഏത് തരത്തിലുള്ള റെസ്പോൺസ് ആണ് അവർ തരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും പല ടെസ്റ്റുകളുണ്ട്. സോ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന രീതി വെച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും വരുന്നുണ്ട്. സോ ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ സംഭവിക്കുന്നത് നമുക്ക് ഒരു ടെസ്റ്റ് ഒരു വ്യക്തിക്കാണ് നമ്മൾ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ്, ഭാട്ടിയാസ് ബാറ്ററി ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റിൽ നമുക്ക് ആ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയെ മാത്രമാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക. അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് പേർക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഈ ടെസ്റ്റിൽ ഇവരുടെ റെസ്പോൺസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഇവരുടെ ആ റെസ്പോൺസിന്റെ ടൈം ലിമിറ്റ് നമ്മൾ നോക്കണം, ഇത്തരം എല്ലാ കാര്യങ്ങളും വരണം. അപ്പോൾ നമുക്ക് പല പല ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ കൊടുക്കാനുണ്ട്. സോ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അറ്റൻഷൻ നമ്മൾ വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയാം. അതിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഓപ്പോസിറ്റ് ടെസ്റ്റ് ആണ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റിൽ നമുക്ക് ഒത്തിരി പേർക്ക് അറ്റ് എ ടൈം നമുക്ക് ഒത്തിരി പേർക്ക് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മാട്രിസസ്, അത് വേറൊരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ആ ഒരു ടെസ്റ്റ് ഒരു ബുക്ക്ലെറ്റ് ആണ്. ആ ബുക്ക്ലെറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 പേർക്കോ 20 പേർക്കോ നമ്മളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ആ ടെസ്റ്റ് അറ്റ് എ ടൈം ഒന്നിലധികം പേർക്ക് കൊടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ടെസ്റ്റുകളെ നമ്മൾ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയാം.
മറ്റത് ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണ്. ദെൻ അടുത്തത് എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനെ അനുസരിച്ച് നമ്മളുടെ ടെസ്റ്റുകൾ വ്യത്യസ്തമായി നിൽക്കുന്നു. അതിൽ ഫസ്റ്റ് വരുന്നത് എബിലിറ്റി ടെസ്റ്റ് ആണ്, വിച്ച് എൻകംപാസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ എബിലിറ്റി ടെസ്റ്റ് എന്നാണ് നമ്മൾ ഒരു ബ്രോഡർ കാറ്റഗറിയിൽ വരിക. അതിൻ്റെ അണ്ടറിൽ നമ്മൾ പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. സോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പം ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ സ്കില്ലിൽ അക്വയർ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഓർ ഒരു ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഒരു ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്, ഇത് ആ വ്യക്തിയിൽ ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകളാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ വെദർ ദിസ് പേഴ്സൺ ഈസ് ഹാവിംഗ് ദാറ്റ് പൊട്ടൻഷ്യൽ ഫോർ അക്വയറിംഗ് എ സ്പെസിഫിക് സ്കിൽ ഫോർ ത്രൂ ട്രെയിനിങ് ഓർ പ്രാക്ടീസ്, അതാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണിന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടോ, ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ജനറൽ പൊട്ടൻഷ്യൽ ഒരു വ്യക്തിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റുകൾ ചെയ്യാറ്. അടുത്തത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ലേണിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂൾസിലൊക്കെ നടത്തുന്ന എക്സാമിനേഷൻസ് എല്ലാം അച്ചീവ്മെന്റ് ടെസ്റ്റിലാണ് വരുന്നത്. സോ എബിലിറ്റി ടെസ്റ്റ് എന്നുള്ള ഒരു ബ്രോഡ് കാറ്റഗറിയിൽ അണ്ടറിലാണ് നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് വരുന്നത്. ദെൻ അടുത്തത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പം അത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മെഷർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെമ്പറമെന്റ് അല്ലെങ്കിൽ ഡിസ്പോസിഷൻസ് മെഷർ ചെയ്യാനൊക്കെയാണ് പൊതുവേ നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ വരുന്നത്. സോ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ വരുമ്പോഴും ഇതുപോലെ സ്ട്രക്ചർ ഓഫ് ദ ടെസ്റ്റ് അനുസരിച്ച് അതിൻ്റെ ഒരു കാറ്റഗറി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലിയർലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനെയർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ടെസ്റ്റിനെ നമ്മൾ സ്ട്രക്ചേർഡ് ടെസ്റ്റ് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഒരു സെമി സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റിമുലസിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ടെസ്റ്റിന് സെമി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ടെസ്റ്റ് എന്ന് പറയും. ഇപ്പം അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് ടെസ്റ്റിന് പൊതുവെ നമ്മൾ പറയുന്നതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്നുള്ളത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ട്രക്ചേർഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഐസിങ് പേഴ്സണാലിറ്റി ഇൻവെന്ററി ഒക്കെ നമ്മളൊരു സ്ട്രക്ചേർഡ് ടെസ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് അണ്ടറിലാണ് വരുന്നത്. ദെൻ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൽ പിന്നീട് വരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ടൈം കൺസ്ട്രെയിൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ടൈപ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ടൈം കൺസ്ട്രെയിൻ എന്ന് പറയുമ്പം ചില ടെസ്റ്റുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും, പക്ഷേ ഇത്ര സമയത്തിനുള്ളിൽ ആ ടെസ്റ്റ് ചെയ്ത് തീർക്കണം. അത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ സ്പീഡ് ടെസ്റ്റ് എന്നാണ് പറയുക. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് പവർ ടെസ്റ്റ് ആണ്. പവർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ജനറസ് ആയിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് ഉണ്ടാകും, പക്ഷേ ആ ഐറ്റംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ലെവലിൽ കൂടുതലായിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും. സോ സ്പീഡ് ടെസ്റ്റ് ആൻഡ് പവർ ടെസ്റ്റ് ടൈം കൺസ്ട്രെയിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണത്. ദെൻ അടുത്തത് വരുന്നത് നേച്ചർ ഓഫ് ഐറ്റംസ് വെച്ചിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ആണ്. അത് വെർബൽ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മൾ വേർഡ്സ് അല്ലെങ്കിൽ റിട്ടേൺ ഓറൽ വേർഡ്സ് വെച്ചിട്ട് ലെറ്റേഴ്സ് അങ്ങനെ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് നമ്മൾ വെർബൽ ടെസ്റ്റ് എന്ന് പറയാം. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് നോൺ വെർബൽ ടെസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്, ദെൻ അങ്ങനെയുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടെസ്റ്റുകൾ ഒബ്ജക്റ്റീവായിട്ടും സബ്ജക്റ്റീവായിട്ടും നമുക്ക് വാല്യൂ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്പെസിഫിക് റെസ്പോൺസ്, ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്പെസിഫിക് റെസ്പോൺസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ട്രൂ ഓർ ഫോൾസ് ഓർ യെസ് ഓർ നോ, ഇത്തരത്തിലുള്ള ടെസ്റ്റുകളുടെ ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇതിന്റെ സ്കോറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രീ ഓഫ് പേഴ്സണൽ ജഡ്ജ്മെന്റ് ഓർ ബയസ്. അതേസമയം സബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പം അതിൽ എസ്എ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലോട്ട്സ്. ഇപ്പം പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഷാക്ക് ഇംഗ്ലോട്ട് ടെസ്റ്റ്. സോ അതിൽ നമ്മൾ അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള റെസ്പോൺസസ് നമ്മൾ കൊടുക്കും. അപ്പം ആ ഒരു ടെസ്റ്റ് ഇന്റർപ്രിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റീവ് ബയസിനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ ജഡ്ജ്മെന്റിനുള്ള ഒരു പോസിബിലിറ്റി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ it should be clear to you by now that psychological test എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കാനാണ്. ഓരോ ഹ്യൂമൻ എബിലിറ്റീസിൽ ഓരോ വ്യക്തികളും എത്രത്തോളം ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴും ഇൻഡിവിജ്വൽസ് എത്രത്തോളം ഡിഫറെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുക. പല തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്, പല സിറ്റുവേഷൻസ് പല സെറ്റിങ്സിൽ നമുക്ക് ഈ ടെസ്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിന് വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നെ നമ്മളെ
വിലയിരുത്താൻ വേണ്ടിയിട്ട്, സെൽഫ് നോളജിന് വേണ്ടിയിട്ട്, ഒരു പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടിയിട്ട്, അങ്ങനെ പല പർപ്പസ് വെച്ചിട്ട് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ദെൻ അടുത്തത് വരുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെന്ന് നമ്മൾ പറയുമ്പോൾ ഇനി നമ്മൾ പറയുന്ന പ്രിൻസിപ്പിൾസ് അത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ ഫസ്റ്റ് വരുന്നത് റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോൾ എൻ്റെ ഒരു ഡിപ്രഷൻ ലെവൽ നോക്കി, അത് കഴിഞ്ഞ് നാളെയും എൻ്റെ ഡിപ്രഷൻ ലെവൽ നോക്കുമ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കണ്ടിരിക്കണം. ഇന്ന് എൻ്റെ ഇന്റലിജൻസ് അളന്ന് കഴിഞ്ഞ് കിട്ടുന്ന എൻ്റെ ഒരു സ്കോറും നാളെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴും ഇതേ സെയിം ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, ഒരു നിയർലി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് നമ്മളൊരു റിലയബിൾ ടെസ്റ്റ് എന്ന് പറയാം. അതുപോലെ ഇന്ന് എൻ്റെ അടുത്ത് ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു വ്യക്തി, നാളെ വേറൊരു വ്യക്തിയാണ് ആ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുമെങ്കിലും ഇതേ സെയിം റിസൾട്ട് കിട്ടുന്നത്. അതിനാണ് നമ്മൾ ഇന്റർ റേറ്റഡ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. സോ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാക്ക് ഓർത്ത് വെക്കുക, കൺസിസ്റ്റൻസി എന്നാണ്. So it is the ability to yield consistent results even if different persons administer and score test. And അപ്പം അതായത് നമ്മളൊരു മെഷർമെന്റ് എറർ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റിലയബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് +1 to -1. ഇതാണ് ആ കോറിലേഷന്റെ റേഞ്ച് വരുന്നത്. സോ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ സിമിലാരിറ്റി, 2 സെറ്റ് ഓഫ് സ്കോർസ് തമ്മിൽ, അതായത് ഒരു പേഴ്സണിൽ ചെയ്തിട്ടുള്ള 2 സെറ്റ് ഓഫ് സ്കോർസ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ അസോസിയേഷൻ ഉണ്ടോ, ഇതിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ +1 വരുന്നതാണ് മാക്സിമം കോറിലേഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഡിഫറെന്റ് വേസ്, അപ്പം നമുക്ക് പല രീതിയിലും റിലയബിലിറ്റി അസസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐറ്റം ടോട്ടൽ കോറിലേഷൻ ടെസ്റ്റ്, റീടെസ്റ്റ്, സ്പ്ലിറ്റ് ഹാഫ്, അതായത് ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 പോർഷൻസ് ആക്കി നമ്മൾ ചെയ്തിട്ട് ഇതേ സെയിം തന്നെ റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ പല രീതിയിലും നമുക്ക് റിലയബിലിറ്റി അസസ് ചെയ്യാവുന്നതാണ്. ഇന്റർ റേറ്റഡ് റിലയബിലിറ്റി എന്ന് പറയുന്നത് 2 വ്യക്തികൾ റേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ സെയിം തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ദെൻ ഡിഫറെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിലൂടെ നമുക്ക് റിലയബിലിറ്റി അസസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ക്രോൺബാക്ക് ആൽഫ, കൂഡർ റിച്ചാർഡ്സൺ, പിയേഴ്സൺ കോറിലേഷൻ. പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പിയേഴ്സൺ കോറിലേഷൻ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് ടു അസസ് ദ റിലയബിലിറ്റി. അടുത്തത് വാലിഡിറ്റി ആണ്. വാലിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടെസ്റ്റ് ഇത് തന്നെയാണോ മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇന്റലിജൻസ് തന്നെയാണോ മെഷർ ചെയ്യുന്നത് അതോ ആപ്റ്റിറ്റ്യൂഡ് ആണോ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ വെദർ ദാറ്റ് ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇന്റൻസ് ടു ഓർ സപ്പോസ് ടു മെഷർ. സോ അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ വാലിഡിറ്റിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് വാലിഡിറ്റി മെഷർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കണ്ടന്റ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി. സോ ഈ ഒരു ടെസ്റ്റ് വാലിഡ് ആണോ എന്ന് അറിയാൻ ഇതുപോലെ തന്നെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്ത് നമുക്കൊരു സ്കോർ കിട്ടി, നമ്മൾ വേറെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്കോർ ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ടെസ്റ്റ് ഒരു വാലിഡ് ടെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ ഈ ടെസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇന്റലിജൻസ് തന്നെയാണോ മെഷർ ചെയ്യുന്നത്, ഇന്റലിജൻസ് ടെസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതേ ഇന്റലിജൻസ് തന്നെയാണോ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫേസ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിൽ വരുന്ന കണ്ടന്റ്സ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ കണ്ടന്റ് വാലിഡിറ്റി വരുന്നു. ദെൻ കൺസ്ട്രക്ട്, ഇതിൽ വരുന്ന സൈക്കോളജിക്കൽ കൺസ്ട്രക്ട്സ് ഇത് തന്നെയാണോ മെഷർ ചെയ്യുന്നത് എന്നുള്ളത്. സോ അതാണ് കൺസ്ട്രക്ട് വാലിഡിറ്റി. ഇങ്ങനെ പല രീതിയിലും വാലിഡിറ്റി നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. സോ റിലയബിലിറ്റി, വാലിഡിറ്റി. അടുത്തത് നോംസ് ആണ്. നോംസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്കോർ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യാണ്. ആ മറ്റുള്ള ഒരു ലാർജർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിലെ ഒരു ആവറേജ് വെച്ചിട്ട് നമ്മളുടെ ഒരു റിസൾട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ നോം എന്ന് പറയുന്നത്. സോ ദ ആവറേജ് ടെസ്റ്റ് സ്കോർ വിതിൻ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ where the performance of one individual can
ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു എക്സാമിനിയുടെ ഒരു ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹിയറിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഇത് അറിയാതെ നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് അവർക്കത് മനസ്സിലാവില്ല. സോ അപ്പം സെൻസിറ്റീവ് ആയിരിക്കുക. എക്സാമിനിയുടെ ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ട് വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കണം ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു എക്സാമിനർ എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. സോ അപ്പം അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇന്റർപ്രിട്ടേഷനിൽ സീരിയസ് ആയിട്ടുള്ള എറർ സംഭവിക്കുന്നുള്ളതാണ്. ദെൻ എക്സാമിനർ നമ്മൾ പ്രോപ്പർ ടൈം നമുക്ക് കൊടുക്കുക. ഒരു ടെസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ധൃതി പിടിക്കാതെ അതിനൊരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ ഒരു എക്സാമിനിക്ക് ഒരു ആക്ച്വൽ ടെസ്റ്റ് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഇൻസ്ട്രക്ഷൻസ് വളരെ ക്ലിയർ, അതുപോലെ ലൗഡ് വോയിസിൽ നമ്മൾ കൊടുക്കുക. പിന്നെ ഫിസിക്കൽ കണ്ടീഷൻസ് നമ്മൾ ഒരു ടെസ്റ്റിന് വിധേയമാക്കുന്ന സമയത്ത് ആ ടെസ്റ്റിംഗ് റൂം അത് വെൽ ലൈറ്റഡ് ആണോ, ഇല്യൂമിനേഷൻ ഉണ്ടോ, ടെമ്പറേച്ചർ എങ്ങനെയാണ്, ഹ്യൂമിഡിറ്റി എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ദെൻ പ്ലസന്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണോ, ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണോ. ഇപ്പം ആൻസർ ഷീറ്റ്സ് വെച്ച് ഫില്ല് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റിംഗ് ഡെസ്ക് ഉണ്ടോ, പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റിംഗ് നെസസറി ആയിട്ടുള്ള റൈറ്റിംഗ് മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ഫിസിക്കൽ കണ്ടീഷൻസിൽ വരിക. ദെൻ അടുത്തത് നമ്മൾ നേരത്തെ പറയുന്നത് റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യം. സോ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അവരുമായിട്ടുള്ള ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടോ ഉദ്ദേശിക്കുന്നത്. ദെൻ സ്കോറിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് മാനുവലിൽ ഫോളോ ചെയ്യേണ്ട അതേ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ സ്കോറിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട. നമ്മളുടേതായ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ നമ്മൾ അതിനകത്ത് വരുത്താൻ പാടില്ല. സ്കോറിങ് ന്യൂമറിക്കൽ അല്ല എങ്കിൽ ഇന്റർപ്രിട്ടേഷനും എല്ലാത്തിലും നമ്മൾ ആ ഒരു ടെസ്റ്റ് മാനുവലിൽ എന്താണ് ഗൈഡ് ലൈൻസ് തന്നിരിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ സൈക്കോളജിക്കൽ ടെസ്റ്റ് അപ്പോൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് നമ്മൾ പറയണമെങ്കിൽ ഈ പറഞ്ഞ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. ഐറ്റംസ് എല്ലാം റിലയബിൾ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം. ടെസ്റ്റ് എപ്പോഴും ആ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നോംസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ ഒരു ടെസ്റ്റിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തുന്ന എന്ന് പറയുമ്പോൾ ആ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ടാവണം. എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. അതുപോലെ നല്ല ഒരു ഒബ്സർവേഷൻ സ്കില്ല്, ലിസണിങ് സ്കില്ല്, ദെൻ ഒരു ഫീൽ ആൻഡ് ദെൻ സേ സംതിങ് ആസ് ലെസ് ആസ് പോസിബിൾ. സോ ഒരു എംപത്തറ്റിക് ലിസണിങ്, കമ്മ്യൂണിക്കേഷൻ, ഒബ്സർവേഷൻ, ഇതെല്ലാം ഒരു സ്കിൽ ദാറ്റ് ഇസ് നെസസറി ഫോർ ഒരു എക്സ്പെരിമെന്റർ. ദെൻ അടുത്തത് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു റെസ്പെക്ട്ഫുൾ ട്രീറ്റ്മെന്റ്, റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവരുടെ സേഫ്റ്റി, പാർട്ടിസിപ്പന്റിന്റെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കുക. പാർട്ടിസിപ്പന്റ് നമുക്കൊരു റെസ്പെക്ട് കൊടുത്തിരിക്കണം. അവരുടെ പേര് നമ്മൾ എഴുതുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നു ഇനിഷ്യൽസ് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. സോ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അവരുടെ അടുത്ത് നമ്മൾ ഏത് ടെസ്റ്റാണോ ചെയ്യുന്നത് ആ ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇതെന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുത്തിട്ട് ഒടുവിൽ നമ്മൾ അവരുടെ ഒരു ഇൻഫോംഡ് കൺസെന്റ് നമ്മൾ വാങ്ങിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. സോ ഇനിയിപ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റിലേക്ക് വരാം. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്ന ടെസ്റ്റ് ആണ്. സോ ഇതിൽ നമ്മൾ പേഴ്സണാലിറ്റി എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ, നമുക്കറിയാം പേഴ്സണാലിറ്റി ട്രേറ്റ് തിയറി ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി വരുന്നത്. സോ നമ്മൾ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ടൈറ്റിൽ എഴുതണം. ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി നമ്മൾ ടൈറ്റിൽ എഴുതുക. ദെൻ എക്സ്പെരിമെന്റ് നമ്പർ നമ്മൾ എഴുതണം. ദെൻ ഡേറ്റ് ഇട്ടിരിക്കണം. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് എഴുതുക. ഇൻട്രൊഡക്ഷനിൽ എന്താണ് പേഴ്സണാലിറ്റി നമ്മൾ എഴുതുക. ദെൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ പറ്റിയിട്ട് എഴുതുക. പേഴ്സണാലിറ്റി ട്രേറ്റ് തിയറിയെ പറ്റിയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്താണ് ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ. സോ ഇൻട്രോവേർഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ഓറിയന്റേഷൻ ഇൻവേർഡ് ആണ്. എക്സ്ട്രോവേർഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ഓറിയന്റേഷൻ ഔട്ട്വേർഡ് അല്ലെങ്കിൽ ടുവേർഡ്സ് എക്സ്റ്റേണൽ വേൾഡ് ആണ്. ദെൻ അടുത്തത് നമ്മൾ മെഷർ ചെയ്യുന്ന ട്രേറ്റ് എന്ന് പറയുന്നത് ന്യൂറോട്ടിസിസം ആണ്. അതായത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ, ഇൻസ്റ്റെബിലിറ്റി ആണോ, അതോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആ ഒരു ഡയമെൻഷൻ ഓഫ് ഇമോഷണാലിറ്റി ആണ് നമ്മൾ ന്യൂറോട്ടിസിസത്തിലൂടെ മനസ്സിലാക്കുന്നത്.
അടുത്തത് സൈക്കോട്ടിസിസം ആണ്. അപ്പോൾ ഒരു സോളിറ്ററി വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു ട്രബിൾസം വ്യക്തിയാണോ, ക്രൂവൽ ആണോ, അതുപോലെ ഒരു എംപത്തറ്റിക് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ സൈക്കോട്ടിസിസം ട്രേറ്റിലൂടെ മനസ്സിലാക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിരിക്കണം. സോ ആദ്യം നമ്മൾ ടൈറ്റിൽ എഴുതുക, ദെൻ അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ആണ് എഴുതുന്നത്. സോ ഐസക് പേഴ്സണാലിറ്റി ഇൻവെന്ററിയിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിസിപ്പന്റിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ അടുത്തത് എയിം ആണ്, ടു മെഷർ ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് യൂസിങ് EPQ, ഐസക് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനർ റിവൈസ്ഡ് ഫോം. അതിനുശേഷം വരുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് ആണ്. സോ ടെസ്റ്റിൽ ആരാണ് ഇതിന്റെ ഓഥർ, എന്താണ് ഇതിന്റെ പർപ്പസ്, നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പൊ ഈ ഒരു ടെസ്റ്റിൽ നമുക്ക് 90 ഐറ്റംസ് ആണുള്ളത്. ദെൻ ഏതൊക്കെ ഡയമെൻഷൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ, ന്യൂറോട്ടിസിസം, ദെൻ സൈക്കോട്ടിസിസം, ഇത്രയും ഡയമെൻഷൻസ് ആണ് മെഷർ ചെയ്യുക. ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മെഷർ ചെയ്യുന്ന ടെസ്റ്റുകൾ പൊതുവെ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടാവാറില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റിനും വായിച്ച് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ദെൻ റിലയബിലിറ്റി എത്രയാണ്, വാലിഡിറ്റി എത്രയാണ്, ദെൻ ഇതിന്റെ സ്കോറിംഗ് പ്രൊസീജിയർ, ഇത്രയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റിൽ വരേണ്ടത്. സോ EPQ എന്ന് പറയുന്ന ടെസ്റ്റ് ഹൈലി റിലയബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. നമ്മൾ നോക്കുക ഇതിന്റെ ടെസ്റ്റ് റേറ്റസ്റ്റ് കോറിലേഷൻ 0.78, 0.89, 0.86 ആൻഡ് 0.84 ഇത്രയും വരുന്നുണ്ട്. പിന്നെ ഐസക് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ലൈവ് സ്കോർ വരുന്നുണ്ട്. ലൈവ് സ്കോർ ഇത്ര എണ്ണത്തിൽ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വാലിഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. സോ അപ്പോൾ ആ ഒരു ടെസ്റ്റ് ആ വ്യക്തിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനെയർ ആണ് എന്ന് നമ്മൾ പറയുന്നത് ഇന്റേണൽ കൺസിസ്റ്റൻസി 0.70 വരുന്നുണ്ട്. ഓക്കെ, സോ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്വസ്റ്റനെയറിൽ 90 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഓരോ ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് 3 ഡയമെൻഷൻസ് ആണ്. എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ, ദെൻ ന്യൂറോട്ടിസിസം ആൻഡ് സൈക്കോട്ടിസിസം. അതുപോലെ ലൈഫ് സ്കെയിൽ കൂടിയുണ്ട്. ലൈഫ് സ്കെയിൽ ആണ് ഈ ഒരു ടെസ്റ്റ് വാലിഡ് ആണ്, എക്സാമിനിയുടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് റെസ്പോൺസസ് വാലിഡ് ആണോ അല്ലയോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. സോ ഈ EPQന്റെ ക്വസ്റ്റനെയറിൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞ റെസ്പോൺസസ് ആണ് വരേണ്ടത്. അപ്പൊ ഇതിൽ ഏതാണ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ട്, ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുക, ക്വസ്റ്റനെയർ നമുക്ക് തരും. ആ ക്വസ്റ്റനെയർ വായിച്ചതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുക, അതിന് നമുക്ക് യെസ് ഓർ നോ എന്നുള്ള ഉത്തരമാണ് നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് ഫൈനലാണ് നമ്മൾ സ്കോറിംഗ് തീരുമാനിക്കുക. സോ ഈ ഒരു ടെസ്റ്റ് 16 വയസ്സും അതിന് മുകളിലും ഉള്ള ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുക. ടെസ്റ്റ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആയിട്ടും അതുപോലെ ഗ്രൂപ്പ് ടെസ്റ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ അടുത്തത് മെറ്റീരിയൽസ് റിക്വയർഡ് ആണ്. അപ്പൊ മെറ്റീരിയൽസ് ഈ ഒരു ടെസ്റ്റിൽ വരുമ്പം ക്വസ്റ്റനെയർ ഉണ്ടാവും, ദെൻ റൈറ്റിംഗ് മെറ്റീരിയൽസ് ആണ് വരിക. ദെൻ പാർട്ടിസിപ്പന്റിന്റെ പ്രൊഫൈൽ, എക്സ്പെരിമെന്റൽ പ്രൊഫൈൽ. ഇപ്പൊ നിങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളാണ് എക്സ്പെരിമെന്റർ, നിങ്ങളുടെ അടുത്ത് ആരാണോ ഈ ഒരു ടെസ്റ്റിന് വിധേയമാകുന്നത് അവരാണ് പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത്. ദെൻ പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് ഈ ടെസ്റ്റ്, അത് ആ ഇൻസ്ട്രക്ഷൻസ് മാനുവലിൽ തന്നിട്ടുണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ക്ലിയർ ആയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. ദെൻ അതിനുശേഷം നമുക്ക് കിട്ടുന്നത് ഒരു റോ സ്കോർ ആയിരിക്കും നമുക്ക് കിട്ടുക. ആ റോ സ്കോർ കഴിഞ്ഞിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ സ്റ്റെൻ സ്കോർ ആക്കുക. സ്റ്റെൻ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. സോ റോ സ്കോർ നമ്മൾ എഴുതും, സ്റ്റെൻ സ്കോർ എഴുതണം, അതുപോലെ തന്നെ ലൈവ് സ്കോറും നമ്മൾ എഴുതിയിരിക്കണം. ദെൻ അടുത്തത് ഡിസ്കഷൻ ആണ് വരുന്നത്. റിസൾട്ടിന് ശേഷം ഡിസ്കഷൻ ആണ്. സോ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദ പാർട്ടിസിപ്പന്റ്. സോ ഡിസ്കഷൻ എഴുതുമ്പോൾ നമ്മൾ 3 പാരഗ്രാഫ്സിലാണ് നമ്മൾ ഡിസ്കഷൻ എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എയിം ആൻഡ് ഇമ്മീഡിയറ്റ് റിസൾട്ട്. സോ ഈ ഒരു കേസിൽ എയിം എന്ന് പറയുന്നത് ദ എയിം ഓഫ് ദ ടെസ്റ്റ് ഈസ് ടു അസസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ പാർട്ടിസിപ്പന്റ് യൂസിങ് ഐസക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ആൻഡ് ദ റിസൾട്ട് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പാർട്ടിസിപ്പന്റ് ഈസ് ഹൈലി ന്യൂറോട്ടിക് ഇൻ നേച്ചർ. അങ്ങനെ നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടുന്നത്, നമ്മളുടെ സ്കോർ വെച്ചിട്ട് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അതാണ് നമ്മളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരിക. സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന ഓരോ സ്കോറിനെയും ബേസ് ചെയ്തിട്ട് പറയാം. ലൈക്ക് ഇപ്പൊ ന്യൂറോട്ടിസിസം സ്കോർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ട്രേറ്റ്സ് ഉണ്ട്. ദെൻ സൈക്കോട്ടിസിസം സ്കോർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന സ്വഭാവങ്ങളാണ് ഈ വ്യക്തിക്ക് ഉള്ളത്. അതുപോലെ എക്സ്ട്രോവേർഷൻ ഇൻട്രോവേർഷൻ സ്കോർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ വ്യക്തി ഇത്രത്തോളം എക്സ്ട്രോവേർട്ട് നേച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് നേച്ചർ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കഷൻ എഴുതുക. നമ്മൾ APA ഫോർമാറ്റ് അനുസരിച്ച് നമ്മൾ ഒരു വാല്യൂസും നമ്മൾ ഡിസ്കഷനിൽ എഴുതാറില്ല. വാല്യൂസ് എല്ലാം നമ്മൾ റിസൾട്ടിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ റിസൾട്ടിനെ ബേസ് ചെയ്ത് നമ്മളൊരു ടേബിളും വരയ്ക്കാറുണ്ട്. ടേബിളിൽ റോ സ്കോർ നമ്മൾ എഴുതണം. ദെൻ അപ്പം ഈ ഓരോ
ഈ 3 ട്രേറ്റ്സ് നമ്മൾ എഴുതുക. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ സ്കോർ നമ്മൾ എഴുതണം. ദെൻ സ്റ്റെൻ സ്കോർ എഴുതണം. ലൈ സ്കോർ കൂടി നമ്മൾ ആ ഒരു ടേബിളിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. സോ ടേബിൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വരയ്ക്കുക. ടേബിളും ഗ്രാഫും ഇങ്ങനെയുള്ള ഡ്രോയിങ്സ് എല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യാറ്. ദെൻ ഡിസ്കഷന്റെ ഫൈനൽ പാരഗ്രാഫിൽ ഐദർ നമ്മൾക്ക് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ് അതിനെ വെച്ചിട്ട് നമുക്ക് വിലയിരുത്തി എഴുതാം. ദെൻ അടുത്ത വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്കോറിനെ ബേസ് ചെയ്ത് എന്ത് സജഷൻസ് ആണ് ഈ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുക ടു ഇംപ്രൂവ് ഹിസ് ബിഹേവിയർ ഓർ ബിഹേവിയറൽ ടെൻഡൻസീസ്. അതാണ് നമ്മളുടെ ഡിസ്കഷന്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ ഒറ്റ സെന്റൻസിൽ 1 സെന്റൻസിലാണ് നമ്മൾ കൺക്ലൂഷൻ എഴുതുക. ദെൻ ഫൈനലി റെഫറൻസ് എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ APA ഫോർമാറ്റ് 7th എഡിഷൻ പ്രകാരമാണ് നമ്മൾ റെഫറൻസ് എഴുതേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ടെസ്റ്റിൽ വരുന്നത്. സോ നമ്മൾ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ്. ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രേറ്റ് തിയറി. ഓക്കെ, സോ അടുത്തത് എക്സ്പെരിമെന്റൽ സൈക്കോളജി ആണ്. സോ ടെസ്റ്റിൽ നമ്മൾ ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ്. എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ നമ്മൾ ചെയ്യുന്നത് മുള്ളർ ലെയർ ഇല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. സോ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ നമ്മൾ പറഞ്ഞു സൈക്കോളജിക്കൽ ഇഷ്യൂസ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ എക്സ്പെരിമെന്റൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് ഓർ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാറുള്ളത്. സോ ഇറ്റ് ഇസ് എ ഏരിയ ഓഫ് സൈക്കോളജി ദാറ്റ് utilizes scientific methods to research the mind and behavior. So experimental psychologyയുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഫ്രെഷ്നേഴ്സിന്റെ സൈക്കോളജിക്കൽ തിയറി ബേസ് ചെയ്തിട്ടാണ്. ദെൻ ഒരു ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1879 ലിപ്സിക് ജർമ്മനിയിലാണ് ആ ഒരു സൈക്കോളജി ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തത് ബൈ വില്യം വൂണ്ട്. വില്യം വൂണ്ടിനെയാണ് നമ്മൾ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് നമ്മൾ പറയാറ്. So, with the help of experiments, psychologists have successfully investigated complex human and animal behavior, predict behavior with a good deal of accuracy, and have been able to improve behavior in real life situations. So, Weber, Fechner, Galton, William Wundt, Hermann Ebbinghaus, Thorndike, Pavlov ഇവരൊക്കെയാണ് മെയിൻ പ്രൊപ്പണൻസ് എന്ന് നമ്മൾ പറയാൻ പറ്റുന്നത് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ. സോ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ നമ്മൾ പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബിഹേവിയർ തെറപ്പി ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ബിഹേവിയർ മോഡിഫിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, കറക്ഷണൽ ഹോംസ്, പ്രിസൺസിലെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഈ ഒരു എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമ്മൾ ഫാക്ടറീസ്, ഓഫീസസ്, ഹോസ്പിറ്റൽ, സ്കൂൾസ് ഇതിലെല്ലാം ഈ ഫൈൻഡിങ്സ് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് മുള്ളർ ലെയർ ഇല്യൂഷൻ ആണ്. സോ മുള്ളർ ലെയർ ഇല്യൂഷൻ എക്സ്പെരിമെന്റിൽ നമ്മൾ ആദ്യം മുള്ളർ ലെയർ ഇല്യൂഷൻ നമ്മൾ ടൈറ്റിൽ എഴുതണം. ദെൻ അതിന്റെ എക്സ്പെരിമെന്റ് നമ്പർ എത്രയാണെന്ന് എഴുതണം, പേജ് നമ്പർ ഇട്ടിരിക്കണം. ദെൻ ഇൻട്രൊഡക്ഷൻ ആണ് എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഇല്യൂഷൻ എന്താണെന്ന് എഴുതുക, ഫോൾസ് പെർസെപ്ഷൻ ഇല്യൂഷൻ എന്താണെന്ന് എഴുതുക, പല തരത്തിലുള്ള ഇല്യൂഷനെ പറ്റിയിട്ട് എഴുതുക. ദെൻ തിയറീസ് ബിഹൈൻഡ് ഇല്യൂഷൻ, ഫോർ എക്സാമ്പിൾ ഐ മൂവ്മെന്റ് തിയറി, പ്രാഗ്നൻസ് തിയറി, പെർസ്പെക്റ്റീവ് തിയറി, കൺഫ്യൂഷൻ തിയറി, ഇങ്ങനെ പല തിയറീസും ഉണ്ട്. സോ ആ തിയറീസിനെ പറ്റിയിട്ടും നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിരിക്കണം. Then comes the procedure. Procedure to determine the extent of visual illusion in the Muller layer illusion apparatus by using the method of average error. Method of average error, method of constant stimuli, ഇങ്ങനെ പല പ്രിൻസിപ്പിൾസ് ഉണ്ട്, സൈക്കോഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്. സോ മുള്ളർ ലെയർ ഇല്യൂഷനിൽ നമ്മൾ മെത്തേഡ് ഓഫ് ആവറേജ് എറർ പ്രകാരമുള്ള ഒരു ഇല്യൂഷൻ, ഒരു ആവറേജ് എററിനെ വെച്ചിട്ടുള്ള ഒരു ഇല്യൂഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷ്വൽ ഇല്യൂഷൻ, അതായത് ഒരു വ്യക്തി എത്രത്തോളം ഈ ഒരു മുള്ളർ ലെയർ ഇല്യൂഷനോട് സസെപ്റ്റബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കുന്നത്. സോ മുള്ളർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ 2 ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് അതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് അറിയാം, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണു. സോ 2 ഹൊറിസോണ്ടൽ ലൈൻസിലാണ്. അത് ഒരെണ്ണം സ്റ്റാൻഡേർഡ് സ്റ്റിമുലസും അടുത്തത് വേരിയബിൾ സ്റ്റിമുലസും ആണ്. സോ സ്റ്റാൻഡേർഡ് സ്റ്റിമുലസ് വരുന്നത് ആരോ ഹെഡഡ് ആയിരിക്കും. വേരിയബിൾ സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ഫെദർ ഹെഡഡ് ആയിരിക്കും. സോ ഈ 2 ലൈനും ഈക്വൽ ലെങ്ത് ആയിരിക്കും. പക്ഷേ ഫെദർ ഹെഡഡ് ലൈൻ നമ്മൾ പെർസീവ് ചെയ്യുന്നത് ലോങ്ങർ ആയിട്ടായിരിക്കും ആരോ ഹെഡഡ് ലൈനിനെ വെച്ച് നോക്കുമ്പോൾ. ഈ ഒരു നമ്മൾ പെർസെപ്ഷനിൽ വരുന്ന ആ ഒരു എററിനെയാണ് നമ്മൾ
മുള്ളർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത്. സോ ദ പാർട്ടിസിപ്പന്റ് അഡ്ജസ്റ്റ് എസ് വി എന്ന് പറയുന്നത് വേരിയബിൾ സ്റ്റിമുലസ്. സ്റ്റാൻഡേർഡ് സ്റ്റിമുലസ് ആരോ ഹെഡഡ് ലൈൻ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അതിന് അതേ സെയിം ലെവലിൽ ആവുന്ന നമ്മളുടെ തോന്നൽ എവിടെയാണ് വരുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ മെഷർമെന്റ് എടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു എത്ര എറർ ഉണ്ട്, ഈ വ്യക്തി എത്ര വൈകിയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ആ ഒരു എറർ, ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഡിഫറൻസ് അല്ല, ആ ഒരു എററിന്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഒരു ഫൈനൽ ഈ വ്യക്തിയുടെ ഒരു സസെപ്റ്റിബിലിറ്റി മനസ്സിലാക്കുന്നത്. So the participant adjusts SV till he or she perceives the two lines to be equal. The experimenter may find out how close the participant comes to match the two lines from the scale fixed behind the illusion board. അപ്പോൾ illusion board behind അല്ലെങ്കിൽ അതിന്റെ മറുവശത്താണ് നമുക്ക് ആ ഒരു സ്കെയിൽ മെഷർമെന്റ് വരുന്നത്. സോ അപ്പോൾ എത്രത്തോളം ഇല്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പന്റ് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. The direction of the participant for adjustment should be varied. ഇതാണ് ആ ഒരു ഇല്യൂഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു പോർഷൻ ആണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ലൈൻ, ആരോ ഹെഡഡ് ആയിട്ടുള്ള ലൈൻ. ഇതാണ് നമ്മളുടെ വേരിയബിൾ ലൈൻ, സ്റ്റാൻഡേർഡ് ലൈൻ, വേരിയബിൾ സ്റ്റിമുലസ് വരുന്നത്. അപ്പം ഈ ഒരു പോർഷൻ, ഈ ഒരു ബോർഡ് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങോട്ട് നീക്കി കൊണ്ടുവരുന്നു. ഇൻവേർഡ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ഇതിങ്ങനെ നീക്കി വെച്ചിട്ട് ഇതിങ്ങനെ ബാക്കിലേക്ക് വരുത്തുന്നു, ഔട്ട്വേർഡ് മൂവ്മെന്റ് വരുന്നു. സോ ഇൻവേർഡ് മൂവ്മെന്റും ഔട്ട്വേർഡ് മൂവ്മെന്റും വെച്ച് നമ്മൾ നോക്കുന്നു എത്ര എറർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. സോ ഇതിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് നോക്കുക. ഒന്ന് സ്പേസ് കണ്ടീഷൻ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അപ്പൊ നമ്മൾ ഏത് പൊസിഷനിലേക്കാണ് വരുന്നത്, റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക്. ദെൻ മൂവ്മെന്റ് കണ്ടീഷൻ ഔട്ട്വേർഡ് ഇൻവേർഡ്. ഇത്രയും നമ്മൾ നോക്കുന്നു. അപ്പൊ ഇതിലെ ഒരു പ്രൊസീജിയറിൽ റോലി ലോറി ലിറോ റിലോ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആണ് വരുന്നത്. കൗണ്ടർ ബാലൻസിങ് അബ്ബ സീക്വൻസിലാണ് പോകുന്നത്. നോക്കുക, റൈറ്റ് RLLAR, അതാണ് അബ്ബ സീക്വൻസ്, ABBA എന്ന് പറയുന്ന സീക്വൻസ്. ഇങ്ങനെ ഈ സീക്വൻസിലൂടെ നമ്മൾ 10 ട്രയൽസ് എടുത്ത് ടോട്ടൽ 80 ട്രയൽസ് ആണ് വരുന്നത്. 4 അസെൻഡിങ് സീരീസും 4 ഡിസെൻഡിങ് സീരീസും ആണ് വരുന്നത്. ടോട്ടൽ 80 ട്രയൽസ് വരുന്നു. ഇതിൽ നിന്ന് നമ്മൾ എത്ര എറേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്. പ്രിക്കോഷൻസ് നമ്മൾ നോക്കാം. ഇതിന്റെ റിസൾട്ട് ഒരിക്കലും കാണാനായിട്ട് അനുവദിക്കരുത്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും കൊടുക്കരുത്. ലെങ്ത് നമ്മൾ ഒരിക്കലും ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന രീതിയിൽ വരരുത്. അബ്ബ സീക്വൻസിലാണ് ഇത് പോകുന്നത്. ഇതിന്റെ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മീൻ ഓഫ് റൈറ്റ് സ്പേസ്, മീൻ ഓഫ് ലെഫ്റ്റ് സ്പേസ്. ലെഫ്റ്റ് സൈഡിലാണ് ആരോ ഹെഡഡ് ഇരിക്കുന്നെങ്കിൽ റൈറ്റ് സൈഡിലാണ് ആരോ ഹെഡഡ് ഉണ്ടെങ്കിൽ റൈറ്റിലാണ് വരിക. ലെഫ്റ്റ് സൈഡിലാണ് ആരോ ഹെഡഡ് ഇരിക്കുന്നെങ്കിൽ ലെഫ്റ്റിലാണ് വരുന്നത്. സോ ഇങ്ങനെ മീൻ നമ്മൾ കറക്റ്റ് മെഷർ ചെയ്യുന്നു, മീൻ എറർ മെഷർ ചെയ്യുന്നു, ദെൻ മൂവ്മെന്റ് എറർ മെഷർ ചെയ്യുന്നു, ഒടുവിൽ കോൺസ്റ്റന്റ് എറർ മെഷർ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നത്. ദെൻ ഡിസ്കഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇല്യൂഷൻ വരുന്നത്, ഓവർ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേഷൻ എങ്ങനെ വരുന്നു, ഇത്തരം ഡീറ്റെയിൽസ് ആണ് വരുന്നത്. സോ സ്റ്റാൻഡേർഡ് സ്റ്റിമുലസും വേരിയബിൾ സ്റ്റിമുലസുമായിട്ട് എത്ര ഡീവിയേഷൻ ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു ഡീവിയേഷൻ വരുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഡിസ്കഷൻ ഭാഗത്ത് വരേണ്ടത്. ദെൻ ഫൈനലി കൺക്ലൂഷൻ മുള്ളർ ലെയർ ഇല്യൂഷനോട് സസെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പറയുക. ദെൻ ഫൈനലി വരുന്നത് റെഫറൻസ് APA ഫോർമാറ്റ് അനുസരിച്ച് നമ്മൾ റെഫറൻസ് കൊടുക്കുക. ഈ ഫോമുല നമ്മൾ ഓർത്തിരിക്കുക, MR - ML ഡിവൈഡഡ് ബൈ 2 വരണം. ദെൻ മൂവ്മെന്റ് എറർ മനസ്സിലാക്കാനായിട്ട് MO - MI, അതാണ് ഔട്ട്വേർഡ് മൂവ്മെന്റ്, ഇൻവേർഡ് മൂവ്മെന്റ്, അതാണ് Oയും Iയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ 2 വരണം. ദെൻ ഫൈനലി കോൺസ്റ്റന്റ് എറർ വരുന്നത് MJ - SS = EC, അതാണ് കോൺസ്റ്റന്റ് എറർ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുള്ളർ ലെയർ ഇല്യൂഷന്റെ ഫോർമാറ്റ് വരുന്നത്. സോ നമ്മൾ 2 എക്സ്പെരിമെന്റ്സ്, 2 പ്രാക്ടിക്കൽസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ 2 പ്രാക്ടിക്കൽസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.